വിപണി കൈയടക്കി വെക്കുന്നവയിൽ മുൻപന്തിയിൽ തന്നെയാണ് തണ്ണിമത്തൻ. ചൂട് കടുത്തതോടെ തണ്ണിമത്തന്റെ കാലവും തുടങ്ങി. ശരീരത്തിന് കുളിർമ നൽകാനും ജലാംശം നിലനിർത്താനും തണ്ണിമത്തനോളം മികച്ച മറ്റൊരു പഴമില്ല. എന്നാൽ ആവശ്യക്കാർ ഏറിയതോടെ വിപണിയിൽ വ്യാജന്മാരും സജീവമായി കഴിഞ്ഞിരിക്കുകയാണ്. തണ്ണിമത്തന്റെ നിറം വർദ്ധിപ്പിക്കുവാനും പെട്ടെന്ന് പഴുപ്പിക്കുവാനും രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഗുരുതരമായ ഭീഷണിയാണ് ഉയർത്തുന്നത്. തണ്ണിമത്തൻ മുറിക്കുമ്പോൾ കാണുന്ന കടും ചുവപ്പ് നിറം കണ്ട് അത് നല്ലതാണെന്ന് ഉറപ്പിക്കരുത്. എരിത്രോസിസ് പോലുള്ള കൃത്രിമ നിറങ്ങൾ കുത്തിവെച്ചാവാം ഈ ചുവപ്പ് കളർ ഉണ്ടാക്കുന്നത്. ഇത് പരിശോധിക്കുവാൻ ചെറിയൊരു പഞ്ഞി കഷ്ണമെടുത്ത് തണ്ണിമത്തന്റെ ഉൾഭാഗത്തൊന്ന് അമർത്തുക. പഞ്ഞിയിൽ ചുവപ്പ് നിറം പടരുകയാണെങ്കിൽ അതിൽ രാസവസ്തുക്കൾ ചേർത്തിട്ടുണ്ടെന്ന് തന്നെ ഉറപ്പിക്കാം. സ്വാഭാവികമായ ചുവപ്പാണെങ്കിൽ ഇവ പഞ്ഞിയിലേക്ക് അത്ര പെട്ടെന്ന് പടരുകയില്ല. തണ്ണിമത്തൻ വാങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന ഏറ്റവും എളുപ്പമുള്ള പരിശോധന ഇതാണ്. ഒരു ഗ്ലാസ് തെളിഞ്ഞ വെള്ളം എടുക്കുക. അതിലേക്ക് തണ്ണിമത്തന്റെ ഒരു ചെറിയ കഷ്ണം മുറിച്ചിടുക. മിനിറ്റുകൾക്കുള്ളിൽ വെള്ളം കടും ചുവപ്പ് നിറം ആവുകയാണെങ്കിൽ അത് കൃത്രിമ നിറം ചേർത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. സ്വാഭാവികമായ പഴമാണെങ്കിൽ വെള്ളം പെട്ടെന്ന് നിറം മാറുകയില്ല. തണ്ണിമത്തന്റെ ഗുണമേന്മ അതിന്റെ വിത്തുകൾ നോക്കിയും മനസ്സിലാക്കാം. സ്വാഭാവികമായി പഴുത്ത തണ്ണിമത്തന്റെ വിത്തുകൾ കറുപ്പോ കടും തവിട്ടോ നിറത്തിലോ ആയിരിക്കും കാണപ്പെടുക. എന്നാൽ രാസവസ്തുക്കൾ ഉപയോഗിച്ച് പഴുപ്പിച്ചവയിൽ വിത്തുകൾ പൂർണ്ണമായും വളർച്ചയെത്തിയിട്ടുണ്ടാകില്ല. വിത്തുകൾ വെളുത്ത നിറത്തിലോ അല്ലെങ്കിൽ അസ്വാഭാവികമായ ചുവപ്പ് പടർന്നോ ഇരിക്കുകയാണെങ്കിൽ അത് അപകടകാരിയാണ്. പ്രകൃതിദത്തമായ രീതിയിൽ വിളഞ്ഞ തണ്ണിമത്തന്റെ ഉൾഭാഗം എല്ലായിടവും ഒരേപോലെ മൃദുലമായിരിക്കും. എന്നാൽ കെമിക്കലുകൾ ഉപയോഗിച്ചവയിൽ ഉൾഭാഗം ഒരിടത്ത് നല്ല കടുപ്പമേറിയതും മറ്റൊരു ഭാഗത്ത് അമിതമായി അലിഞ്ഞതുപോലെയും കാണപ്പെടാം. കൂടാതെ തണ്ണിമത്തന്റെ നടുവിൽ വലിയ വിള്ളലുകൾ കാണുന്നതും അമിതമായി രാസവസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ ലക്ഷണമാകാം. അമിതമായ അളവിൽ വളം കുത്തിവെച്ച് വലുപ്പം കൂട്ടിയ തണ്ണിമത്തനുകൾക്ക് സ്വാഭാവികമായ മണം ഉണ്ടാകില്ല. അതുപോലെ മുറിച്ചു വെച്ച് അല്പസമയത്തിനകം തന്നെ അസ്വാഭാവികമായ ഗന്ധം വരുന്നുണ്ടെങ്കിൽ അതും കഴിക്കാതിരിക്കുന്നതാണ് ഉചിതം. പഴം വാങ്ങുമ്പോൾ അതിന്റെ തൊലിപ്പുറത്ത് മഞ്ഞ നിറത്തിലുള്ള പാടുകൾ ഉണ്ടെങ്കിൽ അത് പ്രകൃതിദത്തമായി പാടത്ത് കിടന്ന് പഴുത്തതാണെന്ന് മനസ്സിലാക്കാം. വേനൽക്കാലത്ത് ആരോഗ്യം സംരക്ഷിക്കുവാൻ പഴങ്ങൾ കഴിക്കുമ്പോൾ അത് വിഷരഹിതമാണെന്ന് ഉറപ്പുവരുത്തുവാൻ ഇത്തരം ചെറിയ മുൻകരുതലുകൾ എടുക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.